ഞങ്ങളുടെ നാട്ടിലൊക്കെ പറയാ ബാങ്ക് കോച്ചിങ് എന്ന് പറഞ്ഞ കൊല്ലമാണ് അതിന്റെ മെയിൻ സെന്റർ എന്നാണ്. അപ്പോൾ കൊല്ലത്ത് ഏത് സെന്ററാണ് ബെസ്റ്റ് എന്ന് അന്വേഷിച്ചപ്പോൾ ഞങ്ങളുടെ റിലേറ്റീവ്സും ഫ്രണ്ട്സും ഒക്കെ റെക്കമെൻഡ് ചെയ്ത സ്ഥലമാണ് ICD. JK സാർ ഒരു തവണ ഞങ്ങളുടെ ക്ലാസ്സിൽ വന്ന് പറഞ്ഞ പോലെ അങ്ങനെ കിട്ടാത്ത പരീക്ഷയൊന്നുമല്ല, ആർക്ക് വേണേലും ക്ലിയർ ചെയ്യാം. ഞാൻ ഏറ്റവും ഡീമോട്ടിവേറ്റ് ആയിട്ടിരിക്കുന്ന സമയത്ത് ഞാൻ ഓർക്കുന്നൊരു കാര്യം അതാണ്. ആർക്കും കിട്ടാത്ത പരീക്ഷയൊന്നുമില്ല, ആർക്കും കിട്ടാം. അതിനൊരു എക്സാമ്പിൾ ആണ് ഞാൻ. ഹായ് എവരിവൺ, മൈ നെയിം ഈസ് ഭാഗ്യ. ഞാനൊരു സിവിൽ എഞ്ചിനീയറിംഗ് ഗ്രാജുവേറ്റ് ആണ്. 2023 നവംബറിലാണ് ഞാൻ ICDയിലേക്ക് ജോയിൻ ചെയ്യുന്നത്. എനിക്ക് കോളേജിൽ നിന്ന് ഒരു പ്ലേസ്മെന്റ് കിട്ടിയിരുന്നു. അതിൽ എനിക്ക് ജോയിൻ ചെയ്യാനൊരു ലാഗ് വന്നപ്പോഴാണ് ഞാൻ കോമ്പറ്റേറ്റീവ് എക്സാമിലേക്ക് തിരിഞ്ഞത്. അതിൽ തന്നെ ബാങ്കിങ് ചൂസ് ചെയ്യാനുള്ള കാരണം ഫാസ്റ്റർ റിക്രൂട്ട്മെന്റും അതേപോലെ തന്നെ ബാങ്കിങ്ങിലാണ് നമുക്ക് ഒരു വർഷം ഒട്ടേറെ എക്സാം എഴുതാൻ പറ്റുന്ന ഒരു അവസരം കിട്ടുന്നത്. അങ്ങനെയാണ് ഞാൻ ബാങ്കിങ്ങിലേക്ക് വരുന്നത്. ഞങ്ങളുടെ നാട്ടിലൊക്കെ പറയാ ബാങ്ക് കോച്ചിങ് എന്ന് പറഞ്ഞ കൊല്ലമാണ് അതിന്റെ മെയിൻ സെന്റർ എന്നാണ്. അപ്പോൾ കൊല്ലത്ത് ഏത് സെന്ററാണ് ബെസ്റ്റ് എന്ന് അന്വേഷിച്ചപ്പോൾ ഞങ്ങളുടെ റിലേറ്റീവ്സും ഫ്രണ്ട്സും ഒക്കെ റെക്കമെൻഡ് ചെയ്ത സ്ഥലമാണ് ICD. അങ്ങനെയാണ് ഞാൻ 2023 നവംബറിൽ ICDയിലേക്ക് വരുന്നത്. ഞാൻ 6 മാസം കൊണ്ട് ഇത് ക്രാക്ക് ചെയ്യുന്നൊരു ജോലിയുമായി പോകണമെന്ന് വിചാരിച്ച ആളാണ്. അങ്ങനെ ഒരു ദൃഢനിശ്ചയത്തോടെ വന്ന ഒരാളാണ് ഞാൻ. ആദ്യത്തെ 6 മാസം ബേസും അതിനുശേഷം മെയിൻസ് എന്ന രീതിയിലൊരു പ്ലാൻ ആയിട്ടാണ് ഞാൻ വന്നത്. പക്ഷേ ആദ്യത്തെ കുറേ നാൾ പ്രിലിംസ് മാത്രം ഫോക്കസ് ചെയ്ത് ആദ്യത്തെ പ്രിലിംസ് ക്ലിയർ ചെയ്ത സമയത്താണ് എനിക്ക് മനസ്സിലായത് ഒപ്പം തന്നെ ഞാൻ GA നോക്കണമായിരുന്നെന്ന്. ഞാൻ ആദ്യം ക്ലിയർ ചെയ്യുന്ന പ്രിലിംസ് എൻ്റെ IBPS PO പ്രിലിംസ് ആണ്. അതിനുശേഷം അതിൻ്റെ മെയിൻസ് അറ്റൻഡ് ചെയ്തപ്പോൾ എനിക്ക് GAയിലുള്ള കുറവ് എനിക്ക് മനസ്സിലായി. JK സാറ് വരുന്ന സമയത്തൊട്ടേ പറയുമായിരുന്നു പത്രം വായിക്കണം, GA നോക്കണമെന്ന്. അതിനുശേഷം ഞാൻ GA പ്രോപ്പറായിട്ട് പഠിക്കാൻ തുടങ്ങി. ഇപ്പോൾ ജൂനിയർ ആയിട്ട് വരുന്ന സ്റ്റുഡൻസും ഒക്കെ ഞങ്ങളോട് ചോദിക്കുന്ന കാര്യമാണ് GA എങ്ങനെയാണ് പഠിക്കുന്നത്, എങ്ങനെയാണ് ഓർത്തിരിക്കുന്നത് എന്നുള്ളത്. നമ്മൾ എത്ര പഠിച്ചാലും GA നമുക്ക് മറന്നു പോകാനുള്ളൊരു സാധ്യതയുണ്ട്. അപ്പോൾ ഞാൻ ചെയ്യാറുള്ളത് ഡെയിലി പഠിക്കും. 3 ദിവസം, ഒരാഴ്ച, ഒരു മാസം എന്ന രീതിയിൽ ഞാൻ അത് റിവൈസ് ചെയ്യാറുണ്ട്. നമ്മുടെ കൺസിസ്റ്റൻസി കൊണ്ടാണ് നമ്മളൊരു ഹാബിറ്റായിട്ട് ഇത് ഫോം ചെയ്യുന്നത്. ആ ഒരു ഹാബിറ്റാണ് നമുക്ക് ഈ എക്സാം പഠിക്കാനുള്ള ഏറ്റവും വലിയ വിജയം. അതിൻ്റെ രഹസ്യം ഞാൻ വിശ്വസിക്കുന്നു. അതിന് ഏറ്റവും വലിയൊരു എക്സാമ്പിളാണ് ഞാൻ. പിന്നെ ഇനി വരുന്ന ആസ്പിരൻസിനോട് എനിക്ക് പറയാനുള്ളത്, നമ്മളോട് നെഗറ്റീവ് പറയാൻ ഒരു 100 പേര് കാണും. നമ്മളെ ഏറ്റവും അധികം മോട്ടിവേറ്റ് ചെയ്യേണ്ട ഒരാൾ നമ്മൾ തന്നെയാണ്. പോസിറ്റീവായിട്ട് സംസാരിക്കുന്നതിനോട് കൂടുതൽ ടൈം സ്പെൻഡ് ചെയ്യുക, നല്ല ഫ്രണ്ട്ഷിപ്പ് കണ്ടെത്തുക. എന്നെ ഈ ജേർണിയിൽ സപ്പോർട്ട് ചെയ്ത ഒരുപാട് ഫ്രണ്ട്സ് ഉണ്ട്. ഡ്രോപ്പ് ചെയ്യാം എന്നുള്ളൊരു പോയിന്റിൽ നിന്നപ്പോൾ പോലും എനിക്ക് സപ്പോർട്ട് തന്ന് ഇതിലേക്ക് എന്നെ എത്തിച്ച ഒരുപാട് പേരുണ്ട്. അവരെയൊക്കെ ഞാൻ ഈ നിമിഷം ഓർക്കുന്നുണ്ട്. JK സാർ ഒരു തവണ ഞങ്ങളുടെ ക്ലാസ്സിൽ വന്ന് പറഞ്ഞ പോലെ അങ്ങനെ കിട്ടാത്ത പരീക്ഷയൊന്നുമല്ല, ആർക്ക് വേണേലും ക്ലിയർ ചെയ്യാം. ഞാൻ ഏറ്റവും ഡീമോട്ടിവേറ്റ് ആയിട്ടിരിക്കുന്ന സമയത്ത് ഞാൻ ഓർക്കുന്നൊരു കാര്യം അതാണ്. ആർക്കും കിട്ടാത്ത പരീക്ഷയൊന്നുമല്ല, ആർക്കും കിട്ടാം. അതിനൊരു എക്സാമ്പിളാണ് ഞാൻ. ഇനി ഈ കസലിരിക്കുന്ന നിങ്ങളാവട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കും. താങ്ക് യു.